ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനോ സ്റ്റോക്സ്. ഇലക്ഷൻ ടൈമിൽ നമ്മുടെ സതീഷ് അണ്ണൻ, അതായത് VD സതീശൻ, പുള്ളിക്കാരൻ വന്നിട്ട് ഒരു വലിയൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു വാഗ്ദാന പത്രികയിലുള്ള ഒരു മെയിൻ കാര്യം പറഞ്ഞായിരുന്നു ചെറുപ്പക്കാർക്ക് വേണ്ടി. പുള്ളിക്കാരൻ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ, അതായത് UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ ലീഗലാക്കുമെന്ന്. ലീഗലാക്കുമോ? ആക്കുമോ? ആക്കുമോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പോ ഇത് കേട്ട ഉടനെ നമ്മുടെ നാട്ടിൽ കുറെ ചെറുപ്പക്കാരെല്ലാരും തൊണ്ടടാതെ വിഴുങ്ങി UDF വരണം, അതാണ് ഇതാണെന്നും പറഞ്ഞ് കണ്ട റീൽസിന്റെയും ഷോർട്സിന്റെ ഒക്കെ താഴെ വന്ന് കമന്റ് ഇട്ട് LDF മാറണം, UDF വരണം. ഓക്കെ, LDF മാറുകയോ UDF വരികയോ BJP സീറ്റ് പിടിക്കുകയോ, എനിവേ എന്ത് തേങ്ങ ആയാലും നടന്നോട്ടെ, എന്തായാലും നടന്നോട്ടെ. കാരണം ഇലക്ഷൻ കഴിഞ്ഞു, വോട്ടെടുപ്പ് കഴിഞ്ഞു. വോട്ടിടുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വന്ന് പറയും ഞാൻ കമ്മിയാണ്, സംഖ്യയാണ്, സുഡാപ്പിയാണ്, അങ്ങനെയൊക്കെ വന്ന് പറയും UDFനെ തോപ്പിക്കാനായിട്ട്. അതുകൊണ്ട് വോട്ടുകളിൽ കഴിഞ്ഞിട്ട് വന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോ കൊച്ചു വീഡിയോയാണ്, പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. സതീഷ് അണ്ണന്റെ കുറച്ച് തള്ളുകൾ എക്സ്പോസ് ചെയ്ത് കാണിച്ചു തരാം. കുറച്ച് തള്ളെന്ന് പറയുമ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ മോഡിഫിക്കേഷനെ പറ്റി സതീഷ് അണ്ണൻ പറഞ്ഞതിന് ഒരു ചെറിയ തിരുത്തുണ്ട്. അതിന്റെ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ചെറുപ്പക്കാർ കേൾക്കാൻ വേണ്ടിയായിട്ടുള്ള കാര്യമാണ്. മോഡിഫിക്കേഷൻ ലീഗലാക്കുമെന്ന് പറയുന്നു, ഒരു പുണ്ണാക്ക് നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ നിലവിൽ എന്താണോ MBD ലീഗൽ മോഡിഫിക്കേഷൻ ആയിട്ട് അലോ ചെയ്തിരിക്കുന്ന സാധനം എന്താണോ അത് മാത്രമേ ഇനി എവര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻ ആയിട്ട് കണക്കാക്കത്തുള്ളൂ. ഓക്കെ, അതായത് കേരള സംസ്ഥാനത്തിന് അവരുടെ റോഡ് നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോലും കേന്ദ്രം ഒരു നിയമം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു നിയമത്തിന് എതിരെയാണ് സംസ്ഥാനങ്ങൾ കൊണ്ടുവരുന്ന നിയമം എന്നുണ്ടെങ്കിൽ അവിടെ വലിച്ചു. സതീഷ് അണ്ണൻ പറഞ്ഞ് മാറ്റാം, മോഡിഫൈ ചെയ്യാം എന്ന് പോയി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കേന്ദ്രം ഈസ് ആൾവേസ് ദ ടോപ്പ്. അപ്പോ കൊണ്ടുവരുന്ന മാറ്റം അവർക്ക് അംഗീകരിക്കാൻ പറ്റൂല, കേന്ദ്രത്തിലുള്ള ഒരു ഒപ്പിട്ട് പാസ്സാക്കത്തില്ല എന്നുണ്ടെങ്കിൽ അണ്ണൻ പറഞ്ഞു, അണ്ണന്റെ മാമൻ പറഞ്ഞു, അണ്ണന്റെ മച്ചൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി പിടിച്ച് MBDക്കാരെ അകത്ത് കൊണ്ടിടും, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ആളൊന്ന് പൊക്കിക്കൊണ്ട് പോകും. അതുകൊണ്ട് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ കേരള സർക്കാരിന് മോഡിഫിക്കേഷൻ നിയമങ്ങളിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ കേന്ദ്രം അപ്രൂവ് ചെയ്യണം. അത് ആദ്യം മനസ്സിലാക്കണം നമ്മുടെ ചെറുപ്പക്കാർ. സതീഷ് അണ്ണൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടകരമല്ലാത്ത ഏതുവിധ മോഡിഫിക്കേഷനും നമ്മൾ അലോ ചെയ്യും. എന്താണ് ഈ അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൂടായിരുന്നോ? എന്തായിരുന്നു ഈ അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻസ് നിങ്ങൾ അലോ ചെയ്യാൻ പോകുന്നത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ പിള്ളേർക്ക് അത് കേട്ടിട്ട് ഇതൊക്കെ പറ്റും എന്ന് വിചാരിച്ച് പിള്ളേർ വോട്ടിട്ടേനെ. ഇതിപ്പോ നിങ്ങൾ പറയണ കേട്ട് തൊണ്ടോടാതെ വിഴുങ്ങിയാണ് കുറെ ചെറുപ്പക്കാർ പോയി വോട്ടിട്ടേക്കുന്നത് മോഡിഫിക്കേഷൻ അലോ ചെയ്യുമെന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ് അലോ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞുകൂടായിരുന്നോ? അണ്ണ ഉദ്ദേശിക്കുന്ന അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയുടെ കളർ മാറ്റാൻ പറ്റും. അത് ഇപ്പോഴും 500 രൂപയോ 100 രൂപയോ 300 രൂപയോ കണ്ട് കൊടുത്ത് MBDയിൽ പോയി ഫോം എഴുതി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് കളർ മാറ്റാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ മോഡിഫിക്കേഷൻ അലോ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് കൊണ്ടുവരാൻ പുള്ളിക്കാർ ഉദ്ദേശിക്കുന്ന സംബന്ധം വെച്ചാൽ ടയർ മാറ്റാൻ പറ്റുമായിരിക്കും. പക്ഷെ അതൊരു പ്രശ്നമുണ്ട്. ടയർ മാറ്റുന്ന സമയത്ത് കിടക്കുന്ന ടയറിന്റെ സൈസ് 18 ആണെന്നുണ്ടെങ്കിൽ 18 ഇട്ട് 18ന്റെ അലോ ചെയ്യണം നിങ്ങൾ വേറെ വാങ്ങിച്ചിട്ടോളണം. 19 20 21 മാറ്റാൻ പറ്റത്തില്ല. അത് മാറ്റിക്കഴിഞ്ഞാൽ അത് വെളിയിലോട്ട് തള്ളി നിൽക്കും. വെളിയിലോട്ട് തള്ളി നിന്ന് കഴിഞ്ഞാൽ ബാക്കി വണ്ടിയിൽ ഉരയും എന്നൊക്കെ പറഞ്ഞ് അപകടകരമാണെന്നും പറഞ്ഞ് അപ്പോഴും പിടിച്ച് പെറ്റിയടിക്കും. അതായത് നിങ്ങൾ കളർ മാറ്റാം, എഴുതി കൊടുത്ത് കളർ മാറ്റാൻ പറ്റും. അതായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു മോഡിഫിക്കേഷൻ. അത് ഇപ്പോഴും നിയമപരമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ ടയർ സൈസ് അപ്ഗ്രേഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. സെയിം സൈസുള്ള ടയർ നിങ്ങൾക്ക് ഇടാൻ പറ്റും. സെയിം അലോയുള്ള ടയർ നിങ്ങൾക്ക് ലീഗലി ഇടാൻ പറ്റും. ഇതായിരിക്കും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മോഡിഫിക്കേഷൻ. അത് ഇപ്പോഴും MBD അലോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇത് മാറ്റാനായിട്ട് ഈ സെയിം സൈസിലും സെയിം ടയർ സൈസും അലോയും വെച്ച് തന്നെ മാറ്റിയിട്ട് ഓടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭരണത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അത് ലീഗലായിട്ടുള്ള സാധനമാണ്. അത് നമുക്കിപ്പോ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതാണ് അണ്ണ ഉദ്ദേശിക്കുന്ന അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻസ്. പിന്നെ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സതീഷ് അണ്ണ ഇതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ എക്സോസ്റ്റ് വെച്ചോ, നിങ്ങൾ സ്പോയിലർ കയറ്റിക്കോ, നിങ്ങൾ വൈറ്റ് ബോഡി കിറ്റ് കയറ്റിക്കോ, നിങ്ങൾ ഗ്ലാസ്സിൽ ടിൻഡർ അടിച്ചോ, ഇതൊന്നും സതീഷ് അണ്ണൻ പറഞ്ഞിട്ടില്ല. അപകടകരമല്ലാത്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ അനുവദിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എക്സോസ്റ്റ് വെച്ചു, ഇനി പുള്ളിക്കാരൻ ഭരണത്തിൽ കയറിയെന്ന് വെച്ചോ, നിങ്ങൾ എക്സോസ്റ്റ് വെച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി പറയും ഭയങ്കര സൗണ്ടാണ്, പൊല്യൂഷൻ കിട്ടത്തില്ല, ബാക്കിൽ നിന്ന് തീ വരുന്നു, ബാക്കിൽ കിടക്കുന്ന വണ്ടികളിൽ തീ കത്തും, അത് അപകടകരമാണെന്നും പറഞ്ഞ് നിങ്ങളുടെ എക്സോസ്റ്റ് അങ്ങേര് ഊരിപ്പിക്കും. സൗണ്ട് കൂടുതലാണെന്ന്, സൗണ്ട് പൊല്യൂഷൻ ആണെന്നും പറഞ്ഞ് അങ്ങേര് എക്സോസ്റ്റ് ഊരിപ്പിച്ചിരിക്കും, പെറ്റി അടിച്ചിരിക്കും. രണ്ടാമത്തെ കേസ്, നിങ്ങളൊരു അപ്സൈസ് അലോയോ അപ്സൈസ് ടയർ ഇട്ട് കഴിഞ്ഞാൽ റോഡിലോട്ട് അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന്, വണ്ടിയുടെ ബോഡിയിൽ നിന്ന് വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന പറഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ഊരിച്ചിരിക്കും. നിങ്ങളെ ഊരിക്കും പെറ്റി അടിച്ചിരിക്കും. പണം കിട്ടുന്നവരെ ഇതൊന്നും പുള്ളിക്ക് അപകടകരമായിട്ടുള്ള സാധനം ആയിരിക്കത്തില്ല. പക്ഷെ പണം കിട്ടിക്കഴിഞ്ഞാൽ ഇത് പുള്ളിക്ക് സ്വാഭാവികമായിട്ട് അപകടകരമായിട്ടുള്ള സാധനമായിട്ട് മാറിക്കോളും. പിന്നെ ഉള്ളത് ബോഡി മോഡിഫിക്കേഷൻ ആണ്. അതായത് വൈറ്റ് ബോഡി കിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ വൈറ്റ് ബോഡി കിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കണേ ഇത് അപകടകരമല്ലല്ലോ എന്ന് ചോദിക്കും. നമ്മൾ ചോദിക്കും ഭരണത്തിൽ കയറിയതിനു ശേഷം. അപ്പൊ പുള്ളി പറയും ഇത് വണ്ടിയുടെ രൂപമാറ്റം
വരുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. കാരണം വൈറ്റ് ബോഡി കയറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഇപ്പൊ സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിന്റെ വൈറ്റ് ബോഡി നിങ്ങൾ കയറ്റി കഴിഞ്ഞാൽ അത് സ്വിഫ്റ്റ് അല്ലെന്ന് പറയും. കാരണം നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റം ഈ വണ്ടിയും കൊണ്ടുപോയി ചെയ്തിട്ട് നമ്മൾ സ്വിഫ്റ്റ് RC ബുക്കിലുള്ള സ്വിഫ്റ്റ് ആണെന്നും പറഞ്ഞ് നമ്മൾ സ്വിഫ്റ്റ് തപ്പി പോലീസുകാരെ നടക്കും. പക്ഷെ വൈറ്റ് ബോഡി കയറ്റിയെന്ന് ഇത് വേറെ വണ്ടിയല്ലേ, അപ്പൊ കണ്ടാൽ മനസ്സിലാവൂല ഇത് അപകടകരമായിട്ടുള്ള മോഡിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞാൽ അപ്പോഴും വന്ന് പെറ്റിയടിക്കും. പിന്നെ മൂന്നാമതായിട്ട് ഇപ്പൊ നമ്മുടെ MVD അലോ ചെയ്തേക്കുന്ന ഒരു മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോഗ് ലാമ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതും ഏത് കളറായിരിക്കും? മഞ്ഞ അല്ലെങ്കിൽ വെള്ള. ഈ 2 കളേഴ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നിലവിലത്തെ നിയമപ്രകാരം. അതില് അലോ ചെയ്യാത്ത കളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ, റെഡ് പോലുള്ള സംഭവങ്ങൾ അലോ ചെയ്തിട്ടില്ല, ഇപ്പോഴും അലോ ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ ഭരണത്തിൽ വന്നതിന് ശേഷം നമ്മൾ പോയി നീല, പർപ്പിൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി അപ്പോഴും വരും. എന്താണെന്ന് പറഞ്ഞോളെന്ന് അറിയാമോ? റോഡിലെ മറ്റ് യാത്രക്കാരുടെ ശ്രദ്ധ ഈ വണ്ടിയിലേക്ക് നിങ്ങൾ തിരിക്കുന്നു. അത് അവരുടെ ഡ്രൈവിങ്ങിനെ ബാധിക്കും. അത് അപകടകരമായ ഒരു സാധനമാണ്, മറ്റുള്ളവർക്ക് അപകടകരമായിട്ടുള്ള ഒരു സംഭവമാണ്, അപകടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇതിനെ നമ്മൾ പെറ്റിയടിക്കുകയാണെന്ന് വന്ന് പറയും. സോ സതീഷ് അണ്ണാ, നിങ്ങൾ മോഡിഫിക്കേഷൻ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അലോ ചെയ്യുമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ പറഞ്ഞ അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻസ് എന്ന് കൂടി നിങ്ങൾ വ്യക്തമായിട്ട് പറയണമായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് പറയാത്ത കാലത്തോളം നിങ്ങൾക്ക് ഭരണത്തിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മുട്ടാപ്പൊക്ക് ന്യായം പറഞ്ഞ് ഒഴിയാണ്. നമ്മൾ പറഞ്ഞത് അപകടകരമല്ലാത്ത എന്നാണെന്നാണ് പറഞ്ഞത്. അപകടകരമായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ അലോ ചെയ്യില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഈസി ആയിട്ട് ഒഴിഞ്ഞു കളഞ്ഞിട്ട് പോകാവുന്നതേ ഉള്ളൂ. സോ പുള്ളി കയറി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ വൈറ്റ് ബോഡി കിറ്റ് കയറ്റാം, യമണ്ട സ്പോയിലർ വെക്കാം, ബാങ്കർ എക്സോസ്റ്റ് വെക്കാം, ടക്ക് 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 എന്ന് പറഞ്ഞ് പൊട്ടിച്ച് നടക്കാമെന്ന് ഏതെങ്കിലും ചെറുപ്പക്കാർ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾ കീറി 4 മടക്കി പോക്കറ്റിലിട്ട് നടന്നാൽ മതി. പുള്ളിയെ കൊണ്ടൊരു മണ്ണും കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല, പുള്ളി ചെയ്യത്തുമില്ല. നിങ്ങൾ നോക്കിക്കോ, ഇൻ കേസ് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മോഡിഫിക്കേഷൻസ് മാത്രമേ പുള്ളി അലോ ചെയ്യത്തുള്ളൂ. ഇപ്പം നിലവിൽ MVD എന്താണോ ലീഗലി അലോ ചെയ്തിട്ടുള്ളത് അത് മാത്രമേ പുള്ളി ഇനി അലോ ചെയ്യാൻ പോകുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് മലമറിക്കുന്ന ഒന്നും പുള്ളി കൊണ്ടുവരാൻ പോകുന്നില്ല. എന്തെങ്കിലും കേട്ട് പുള്ളി വേണം കേട്ട് സന്തോഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വിഷമിക്കേണ്ട സിറ്റുവേഷൻ വരും. ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഇത്ര ഉള്ളൂ ഈ വീഡിയോ. സൈനിങ് ഓഫ്, ഷാനസ് ടോക്സ്. See you in the next video. Until then, bye bye.